ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ നന്ദുവിനെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദു വീട്ടിൽ വന്ന് എല്ലാവരും കൂടെ ആയിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന സീനുകളാണ് ഇപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നന്ദുവിനിങ്ങനെ ഗോവിന്ദൻ ഭക്ഷണം വാരി കൊടുക്കുന്നു സന്തോഷമായിട്ട്. ഇനി മോളങ്ങോട്ട് പുറത്തേക്കൊന്നും പോകണ്ട, എന്തായാലും ഈ പ്രാവശ്യത്തെ ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇനി മോളങ്ങോട്ട് പോകണ്ടെന്നൊക്കെ പറയണേ. അപ്പോൾ നമ്മുടെ നയന അതിന് ആദർശനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയണം. ആദർശേട്ടാ നന്ദുവിനെ വെറുതെ വിട്ടു, നന്ദു പിന്നെ വീട്ടിലെത്തി, ഇപ്പോൾ വാദി പ്രതിയായി, അങ്ങനെ തന്നെ വരുള്ളൂ എന്നൊക്കെ എനിക്കറിയായിരുന്നു, മോളാണ് വാദിച്ചെന്ന് ചോദിച്ചു എന്നൊക്കെ പറയാണ്. അത് കഴിഞ്ഞ് വേണു വീട്ടിൽ ചെന്നിട്ട് വേണു അമ്മയോടും മകളോടും വിവരം പറയണമല്ലോ. അപ്പോൾ അവരാണെങ്കിൽ കാത്തിരിക്കുക. അതിൽ വേണു പറയും എന്തായാലും പ്രശ്നത്തെ ട്രെയിനിന് അവൾക്ക് പോകാൻ പറ്റില്ല, വലിയൊരു കാര്യമല്ലേ, അത് മുടക്കിയില്ലേ നമ്മൾ, ഇനിയൊന്ന് പോകണമെങ്കിൽ അവൾ കുറച്ച് നാൾ കാത്തിരിക്കണം എന്നൊക്കെ പറയാം. അങ്ങോട്ട് ഇപ്പോൾ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അനാമിക. എന്നാലും അവളെ ജയിലിലിടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടമാണ് അനാമികയ്ക്ക്. ഇനിയിപ്പോൾ എങ്ങനെ പോയിട്ട് അവരുടെ മുഖത്ത് പോയി നോക്കും, അതും ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ നയന വീട്ടിലേക്ക് വരുമ്പോൾ കാണാം ആരാരും വക്കീലും ദേവയാനിയും കൂടി നിന്ന് സംസാരിക്കുന്നതാണ് നയന കാണുന്നത്. നയന ആകെ അന്തം വിട്ടു പോവാണ്. കാരണം ആരാണ് ഈ മാരാരി വക്കീലിനെ ഇവർക്ക് വേണ്ടി കേസ് വാദിക്കാനാക്കിയെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ അയാൾ ഉരുണ്ട് കളിക്കണം. അത് നിങ്ങൾക്ക് എന്താ ആവശ്യം, നിങ്ങൾ എന്നോട് പറഞ്ഞാൽ അത് ഞാൻ തന്നെ വന്ന് ചെയ്തു തരാമെന്ന് അയാൾ പറയുന്നുണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. നാരാരി വക്കീലിനാക്കിയത് ദേവയാനിയാണെന്നുള്ള പഴുതാണ്ട് അവൾക്ക് മനസ്സിലായപ്പോൾ പറയും അവൾ നല്ല കുട്ടിയാണ് നന്ദു, അവൾ ശരിക്കും പോലീസ് യൂണിഫോം ഇടേണ്ട കുട്ടി തന്നെയാണ്. കാരണം എന്ത് അനീതി കണ്ടാലും അവൾ എതിർക്കും, എനിക്ക് അതുകൊണ്ടാണ് അവളുടെ ഇഷ്ടം, അവളെ ഭാവി നഷ്ടപ്പെടരുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്കിളിനോട് തന്നെ പറഞ്ഞതെന്നറിയും. അപ്പോൾ മൂപ്പര് കോടതിയിലുണ്ടായ കാര്യങ്ങളൊക്കെ ദേവയാനിയോട് പറയാൻ എന്നെ ഒരിക്കലും സംബന്ധിച്ച് ഞാൻ ചെറിയ പോയിന്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അവൾ നല്ല അസലായിട്ട് അത് വാദിച്ച് ജയിക്കുകയും ചെയ്ത് മിടിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ദേവയാനിക്ക് ഭയങ്കര സന്തോഷമാവും. കാരണം നന്ദുവിനെ പറ്റി പറയുന്നത് കേട്ടിട്ടേ മൂപ്പത്തിയർക്ക് ഭയങ്കര സന്തോഷമാവാണേ. അങ്ങനെ ഇന്നത്തെ പിന്നെ നാളത്തെ പ്രമോണ് കാണിച്ചിരിക്കുന്നത്, സൂപ്പർ പ്രമോ, ആരും മിസ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.